ഓക്കെ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. നോക്ക്, വേവ് ഒപ്റ്റിക്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് എന്താണ്? വേവ് ഫ്രണ്ട് എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ? എന്താണ് വേവ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്? It is the locus of all points in a medium which are at same phase of vibration. സെയിം phase of vibration വരുന്ന പോയിന്റുകളുടെ ലോക്കസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് in a medium which are at same phase of vibration. പിന്നെ 3 തരത്തിലുള്ള വേവ് ഫ്രണ്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാ? 3 ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട്സ്. ഏതൊക്കെയായിരുന്നു? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്, പിന്നെയോ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇതൊക്കെ അറിയാലോ? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള വേവ് ഫ്രണ്ട്സ് ആണ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഓരോ വേവ് ഫ്രണ്ട്സ്, ഓരോ പ്രൈമറി വേവ് ഫ്രണ്ട്സും അടുത്ത ഒരു വേവ് ഫ്രണ്ടിന്റെ, അതായത് സെക്കൻഡറി വേവ്ലെറ്റിന് ഒരു സോഴ്സ് ആയി മാറുകയാണെന്നാ പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഈച്ച് പോയിന്റ് ഓൺ എ പ്രൈമറി വേവ് ഫ്രണ്ട്, പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ്സും എന്തായിട്ട് മാറുന്നു? സെക്കൻഡറി വേവ് ഫ്രണ്ട്സിന് ഒരു സോഴ്സ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഹൈഗൻസ് പ്രിൻസിപ്പിളില് എന്താണ്? നമ്മുടെ വേവ് ഫ്രണ്ട്സ് ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും ഒബേ ചെയ്യുന്നുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും ഒബേ ചെയ്യുന്നുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. ഇവിടെയാണെങ്കിലോ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2 ബൈ n1. പിന്നെ നമുക്ക് അതേപോലെ തന്നെ റേ ഒപ്റ്റിക്സിൽ പഠിച്ചതുപോലെ നമുക്ക് എന്ത് പറയാം? n2 ബൈ n1 ഇസ് ഈക്വൽ ടു എന്ത് പറയാം? v1 ബൈ v2. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മറ്റൊരു ടോപ്പിക്കാണ് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റിനെ പറ്റി നമ്മൾ വേഴ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ? ഡോപ്ലർ എഫക്റ്റിനെ പറ്റി വേഴ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? വേഴ്സിന്റെ ചാപ്റ്ററിൽ സൗണ്ട് വേഴ്സിൽ ഡോപ്ലർ എഫക്റ്റ് കാണിക്കും നമ്മൾ പറഞ്ഞു. അതായത് ഇവിടെ എന്താണ്? ദ അപ്പാരന്റ് ഷിഫ്റ്റ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് വെൻ ദ സോഴ്സ് ആൻഡ് ഒബ്സർവർ മൂവ് റിലേറ്റീവ് ടു ഈച്ച് അതർ. അതായത് എന്താണ്? സോഴ്സും ഒബ്സർവറും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവുമ്പോൾ അവരുടെ ഫ്രീക്വൻസി, അതായത് സോഴ്സിന്റെ ഫ്രീക്വൻസിയിൽ എന്തുണ്ടാവും? ഒരു അപ്പാരന്റ് വേരിയേഷൻ ഉണ്ടാവും. അതിനെയാണ് ഒരു അപ്പാരന്റ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the apparent shift in the frequency of light when the source and observer move relative to each other. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീക്വൻസി, എന്താണ്? ലൈറ്റിന്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ വേവിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? വെൻ ദ സോഴ്സ് മൂവ്സ് അവേ ഫ്രം ദ ഒബ്സർവർ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? റെഡ് ഷിഫ്റ്റ് എന്നാണ് വിളിക്കുക. സോഴ്സ് മൂവ്സ് അവേ ഫ്രം ദ ഒബ്സർവർ ആണെങ്കിൽ. സോഴ്സ് മൂവ്സ് അവേ ഫ്രം ദ ഒബ്സർവർ ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടെ അപ്പാരന്റ് ഡിക്രീസ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ എന്തുണ്ടാവും? ദർ ഈസ് ആൻ അപ്പാരന്റ് ഡിക്രീസ് ഇൻ ദ ഫ്രീക്വൻസി.
apparent decrease in the frequency of light. നോക്ക്, ലൈറ്റിന്റെ ഫ്രീക്വൻസിയിൽ അപ്പാരന്റ് ഡിക്രീസ് ഉണ്ടാവും. അപ്പൊ ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാ റെഡ് ലൈറ്റ് ആണ് അല്ലെ. നമ്മുടെ വിബ്ജിയോർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങോട്ട് പോകും തോറും എന്താണ് വേവ് ലെന്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വേവ് ലെന്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിംഗ് ഓർഡർ ആണ്. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ് ലൈറ്റിന്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ അടുത്തേക്കാണ് വരുന്നത്, റിലേറ്റീവ് മോഷന് അടുത്തേക്കാണ്. ദ സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണെങ്കിൽ, സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണെങ്കിൽ, ഒബ്സർവറിന്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ദർ ഇസ് ആൻ അപ്പാരന്റ് ഇൻക്രീസ് ആയിരിക്കും. ദർ ഇസ് ആൻ അപ്പാരന്റ് ഇൻക്രീസ്. apparent increase in the frequency. അങ്ങനെയാണെങ്കിൽ അത് ആ ഷിഫ്റ്റ് നമ്മൾ എന്ത് വിളിക്കും? ബ്ലൂ ഷിഫ്റ്റ് എന്ന് വിളിക്കും കേട്ടോ. ബ്ലൂ ഷിഫ്റ്റ്. ഇത് റെഡ് ഷിഫ്റ്റ്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി കാണുന്ന ഇക്വേഷൻ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ന്യൂ ബൈ ന്യൂ. അതായത് നമുക്കറിയാം ഇവിടെ ഫ്രീക്വൻസിക്ക് ഒരു അപ്പാരന്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഡെൽറ്റ ന്യൂ ബൈ ഒറിജിനൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് വി ബൈ സി. മൈനസ് വി ബൈ സി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തും പറയാം? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വേവ് ലെന്തും പറയാം. വേവ് ലെന്ത് ആണെങ്കിൽ വേവ് ലെന്തിന്റെ കേസിൽ എങ്ങനെ വരും? ഡെൽറ്റ ലാംഡ ബൈ ലാംഡ is equal to v by c. Delta lambda by lambda is equal to v by c. Okay, clear ആണോ? പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താ മക്കളെ? ഇന്റർഫറൻസിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ഇന്റർഫറൻസ് അതായത് ഇന്റർഫറൻസ് നമ്മൾ പറയുന്നത് ഇന്റർഫറൻസിൽ നമ്മൾ പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യും അല്ലെ. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? അവരുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് y ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഓരോ വേവ്സിനും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ആൾജിബ്രൈക് സം ആയിരിക്കും. ഓക്കെ, y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എക്സെട്ര ആയിരിക്കും y എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എന്ത് പറയുന്നുണ്ട്? റിലേഷൻ ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇന്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ. Intensity I is directly proportional to a square. Intensity of a wave is proportional to square of the amplitude. Intensity of a wave is proportional to square of the amplitude. Amplitude square ന് directly proportional ആയിരിക്കും intensity of wave എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് കൊഹറന്റ് സോഴ്സ് ആണ്. കൊഹറന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പഠിച്ചു. എന്താ കൊഹറന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ? രണ്ട് സോഴ്സ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ്സ് എന്താണ്? സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. സെയിം ഫ്രീക്വൻസിയും സെയിം ആംപ്ലിറ്റ്യൂഡും. സെയിം ഫ്രീക്വൻസി സെയിം ആംപ്ലിറ്റ്യൂഡ്, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഇങ്ങനെ വരുന്ന സോഴ്സ് ഓഫ് ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? കൊഹറന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ട് ഡിഫറെന്റ് സോഴ്സിൽ നിന്നും നമുക്കൊരു കൊഹറന്റ് സോഴ്സ് ഉണ്ടാവത്തില്ല. രണ്ട് ഡിഫറെന്റ് സോഴ്സുകൾ ഒരിക്കലും എന്താവില്ല? കൊഹറന്റ് ആവില്ല. കാരണം നമുക്ക് സെയിം ഫ്രീക്വൻസിയും സെയിം ആംപ്ലിറ്റ്യൂഡും ഉള്ള ലൈറ്റിനെ രണ്ട് സോഴ്സുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് വരുന്ന ഒരു ലൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് മനസ്സിലെപ്പോഴും ഓർമ്മ വേണം.
ഇനി എന്താണ് ഇന്റർഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, സെയിം ഫ്രീക്വൻസിയിലുള്ള രണ്ട് ലൈറ്റ് റേസ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, മാക്സിമം ഇന്റൻസിറ്റി ഉള്ള റീജിയനും മിനിമം ഇന്റൻസിറ്റി ഉള്ള റീജിയനും ഫോം ചെയ്യും. ഇതിനാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്താ, when two light rays having same frequency superimpose regions of maximum intensity and regions of maximum intensity and minimum intensity are formed. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ മക്കളെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റൻസിറ്റി ഐ നമുക്കറിയാം, ഐ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആവുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റി ആവും. ഓക്കെ, മാക്സിമം ഇന്റൻസിറ്റി ആണെങ്കിൽ ഐ മാക്സ് ഇസ് ഈക്വൽ ടു, രണ്ട് വേവുകളാണല്ലോ, രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 എന്നും A2 എന്നും എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ നമുക്ക് പറയാം ഐ ഇസ്, ഇവിടെ ഐ ഇസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. ഇവിടെ ഐ മിനിമം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, A1 മൈനസ് A2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ആയിരിക്കും. ഓക്കെ, എന്നാൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസോ, പാത്ത് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 ലാംഡ ബൈ 2 ആണ്. 2n പ്ലസ് 1 ലാംഡ ബൈ 2. 2n പ്ലസ് 1 ലാംഡ ബൈ 2. n എന്ന് പറയുന്നത് എന്താ, ഇൻഡിജർ. ലാംഡ വേവ് ലെങ്ത് ഒക്കെ അറിയാലോ, പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. ഇനി ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ. എന്താ പഠിച്ചിട്ടുള്ളത്, ഫേസ് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ് കേട്ടോ, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ പാത്ത് ഡിഫറൻസ് ആണ്. പിന്നെയോ ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിച്ചൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഓക്കെ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, രണ്ട് എന്താണ് കൊഹറന്റ് സോഴ്സുകളെ നമ്മൾ ഒരു സ്ലിറ്റ്, അതായത് ഒരു സോഴ്സിനെ നമ്മൾ രണ്ട് സ്ലിറ്റിലൂടെ കടത്തിവിട്ട് കൊഹറന്റ് സോഴ്സുകളാക്കി മാറ്റി. ഈ കൊഹറന്റ് സോഴ്സുകളെ ഇന്റർഫിയർ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആയിരുന്നു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന എന്താണ് അവസാനം,
ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ കിട്ടും അല്ലെ. ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത്, ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി, ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ബീറ്റ ഇൻക്രീസ് ചെയ്യാൻ എന്ത് വേണം, ഡിക്രീസ് ചെയ്യാൻ എന്ത് വേണം എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബീറ്റ എന്ത് സ്മോൾ ഡി കൂടിയാൽ ബീറ്റയുടെ അളവും കൂടും അല്ലെ, ബീറ്റ ബാൻഡ് വിഡ്ത്ത് കൂടും. സ്മോൾ ഡി കൂടിയാൽ അല്ല സ്മോൾ ഡി കുറഞ്ഞാൽ ഓക്കെ, സ്മോൾ ഡി കുറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കൂടും. ക്യാപിറ്റൽ ഡി കൂടിയാൽ ബാൻഡ് വിഡ്ത്ത് കൂടും. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് സ്ലിറ്റ് ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്. ഓക്കെ, സോഴ്സ് ആൻഡ് സ്ക്രീൻ ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നുണ്ട് തിൻ ഫിലിംസിലൊക്കെ കളറിന്റെ കാരണം എന്താണ്? കളർ ഓഫ് തിൻ ഫിലിംസിന് കാരണം ഇന്റർഫറൻസ് ആണ് അല്ലെ, ഇന്റർഫറൻസ് ആണ്. അവിടെ നമുക്ക് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? തിൻ ഫിലിംസിലെ കളർ ഓഫ് തിൻ ഫിലിംസിന്റെ കണ്ടീഷൻ 2πt cos r is equal to 2n plus 1 lambda by 2. 2πt cos r is equal to 2n plus 1 lambda by 2. ഓക്കെ, അപ്പൊ ഇതിലെ ടി എന്ന് പറഞ്ഞ എന്താണ്? തിക്നെസ് തിക്നെസ് ഓഫ് ദ ഫിലിം, തിക്നെസ് ഓഫ് ദ ഫിലിം ആണ് ടി. സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എക്സാമ്പിൾ സോപ്പ് ബബിള്, ഓയിൽ ഫിലിമിലെ വാട്ടർ, ഓയിൽ ഫിലിം ഓൺ വാട്ടർ, ഇതൊക്കെ അറിയാലോ, വാട്ടറിൽ ഓയിൽ ഫിലിം, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഈ കളർ ഓൺ തിൻ ഫിലിംസിന്റെ എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് എന്താ പഠിക്കുന്നത്? ദ റേഷ്യോ ഓഫ്, പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് റേഷ്യോ ഓഫ് മാക്സിമം ഇന്റൻസിറ്റി ടു മിനിമം ഇന്റൻസിറ്റി. മാക്സിമം intensity to the minimum intensity. I max by I minimum is equal to I max by A minimum is directly proportional is equal to A1 plus A2 the whole square by A1 minus A2 the whole square ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്ന ഫിനോമിനോൺ ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് at the sharp corners of obstacle. ഒബ്സ്റ്റക്കിളിന്റെ, അതായത് ഒരു ഒബ്സ്റ്റക്കിളിന്റെ ഒബ്ജക്റ്റിന്റെ ഷാർപ്പ് കോർണറിൽ വെച്ചിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന ഫിനോമിനോണെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ, സിംഗിൾ സ്ലിറ്റിലൂടെയുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ പറ്റി പറയുന്നുണ്ട് അല്ലെ. അവിടെ ജനറൽ ഇക്വേഷൻ ഫോർ മാക്സിമം ഇന്റൻസിറ്റി, സെൻട്രൽ മാക്സിമം കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? സെൻട്രൽ മാക്സിമം, ഡിഫ്രാക്ഷനിൽ സെൻട്രൽ മാക്സിമം കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n plus 1 lambda by 2a ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n plus 1 lambda by 2a. ഇനി മിനിമം കിട്ടാനുള്ള കണ്ടീഷൻ, സെൻട്രൽ മിനിമം കിട്ടാനുള്ള ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n lambda by
സ്മോൾ എൻ. ഓക്കെ, പിന്നെ എന്തൊക്കെ മക്കളെ നമ്മൾ ഇന്നത്തെ പഠിക്കുന്നത്? ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്നത് പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനോൺ ആണ് കേട്ടോ. പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ലൈറ്റിനെ എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കണ്ടെയ്ൻസ് ദ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് മാത്രം വൈബ്രേഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ, ഒരു ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ഡയറക്ഷനെ ഒരു ഒരു സൈഡിലേക്ക് മാത്രം, അതായത് ഒരു പ്ലെയിനിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്ന ഫിനോമിനോണിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ contains the vibration of electric field vector in a single plane. പിന്നെ എന്താണ് ഇതിനകത്ത് പഠിക്കുന്ന അടുത്ത ലോ, രണ്ട് ലോസ് പഠിക്കുന്നുണ്ട് അല്ലെ. മാല്യൂസ് ലോയും ബ്രൂസ്റ്റേഴ്സ് ലോയും നമ്മൾ പഠിക്കുന്നുണ്ട്. ബ്രൂസ്റ്റേഴ്സ് ലോ എന്താ പറയുന്നത്? ബ്രൂസ്റ്റേഴ്സ് ലോ Brewster's law states that the tangent of the polarizing angle is equal to the refractive index of the material of the reflector. Okay. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n is equal to tan into tan IP. Okay. Brewster's law states that the tangent of the polarity angle is, അതായത് ഈ ഐ പി എന്ന് പറയുന്നത് എന്താണ്? പൊളാരിറ്റി ആംഗിൾ ആണ്. ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ആംഗിൾ, അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിൾ എന്ന് പറയും. പോളറൈസിങ് ആംഗിൾ ആണ് ഐ പി. ഓക്കെ, ഐ പിയുടെ ടാൻജന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വൽ ആയിട്ട് കിട്ടും. അതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നത് മാല്യൂസ് ലോ പറയുന്നുണ്ട്. Malus law states that when a beam of plain polarized light of intensity I0 is incident on an analyzer, then the intensity I of the emergent light is directly proportional to square of the cosine of the angle between the polarizer and analyzer. അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ പോളറൈസർ ആൻഡ് അനലൈസറിനെ നമുക്ക് പോളറൈസറും അനലൈസറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെ തീറ്റ എന്ന് എടുക്കാം. തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റൻസിറ്റി ഓഫ് എമർജന്റ് ലൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് is equal to I0 cos square theta. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് അനലൈസർ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത് അല്ലെ. വേറെ എന്തെങ്കിലും പഠിച്ചിരുന്നോ? ഓർമ്മയുണ്ടോ മക്കളെ ഇതൊക്കെ?